പഞ്ചായത്ത് പ്രസിഡന്റ് പൂജ ജോമോൻ രാജിവെച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലർ വലിയ വായിൽ നിലവിളിക്കുന്നത് കണ്ടു. ഇതാണ് പെണ്ണ്, ആദർശവതിയായ പെണ്ണൊരുത്തി, മതേതരത്വത്തിന്റെ കാവലാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയെ വാഴ്ത്തി പാടിയവർക്കിതാ 2020 വക സാബു എം ജേക്കബിന്റെ വക ഒരു ചുട്ട മറുപടി. ഈ പെണ്ണൊരുത്തി നാടകം കളിച്ചവർക്ക് പിന്നിൽ 5 ലക്ഷത്തിന്റെ പണക്കിഴിയും ബാങ്ക് ലോൺ അടച്ചു തീർക്കുന്ന 15 ലക്ഷത്തിന്റെ അവിശുദ്ധ ഇടപാടുമായിരുന്നുവെന്ന് ഇപ്പോൾ തെളിവുകൾ സഹിതം പുറത്തു വന്നിരിക്കുകയാണ്. അതെ, കോൺഗ്രസിന്റെ ഇന്നോവ കാറിൽ വെച്ച് അർദ്ധരാത്രിയിൽ ഉറപ്പിച്ച ആ നാണം കെട്ട കച്ചവടത്തിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ തകർന്നു വീഴുന്നത് ആദർശത്തിന്റെ ആ വലിയ മുഖംമൂടിയാണ്. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പുറത്തുവിട്ട ആ ഞെട്ടിക്കുന്ന തെളിവുകൾ. പുതുർക്കയിലെ ആ 20 ലക്ഷത്തിന്റെ ഡീൽ, എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം? കുന്നത്ത് നാട്ടിലെ ജനവിധിയെ അട്ടിമറിക്കാൻ കോൺഗ്രസ് ഒഴുക്കിയ പണത്തിന്റെ കണക്കുകൾ ഇതാ ആദ്യമായി നമ്മൾ പുറത്തുവിടുകയാണ്. നമുക്ക് ആദ്യം പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട് മണ്ഡലത്തിൽ 2020 എന്ന ജനകീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ തരംഗം ചെറുതൊന്നുമല്ല. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ വിറപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം വളർന്നത്. വികസനത്തിന്റെ പുതിയ മാതൃകകൾ അവർ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തു. പുതുർക്ക പഞ്ചായത്തിലും 2020ക്ക് വലിയ ജനപിന്തുണ ലഭിച്ചു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ കൗതുകകരമായ ഒരവസ്ഥയായിരുന്നു. 2020ക്കും കോൺഗ്രസിനും 7 സീറ്റുകൾ വീതം ലഭിച്ചു. CPM-ന് 2 സീറ്റുകൾ. ഭരണം ആർക്ക് എന്ന് തീരുമാനിക്കാൻ ഒടുവിൽ നറുക്കെടുപ്പ് വേണ്ടി വന്നു. ഭാഗ്യം 2020ക്കൊപ്പം നിന്നു. പൂജ ജോമോൻ എന്ന യുവതി പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ജനങ്ങൾ അവരിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചത്. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷകളെയാണ് ഇപ്പോൾ 20 ലക്ഷം രൂപയ്ക്ക് അവർ ലേലം വിളിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സാബു എം ജേക്കബ് വെളിപ്പെടുത്തിയ ആ ഞെട്ടിക്കുന്ന ഓപ്പറേഷൻ ഇന്നോവയുടെ ഓരോ മിനിറ്റും പരിശോധിക്കാം. സത്യം പറഞ്ഞാൽ സിനിമയെ വെല്ലുന്നൊരു കഥ. മാർച്ച് 27 വൈകിട്ട് കൃത്യം 6:45 കോലഞ്ചേരി ജംഗ്ഷനിൽ ഒരു വെളുത്ത ഇന്നോവ കാർ വന്ന് നിൽക്കുന്നു. ആ കാർ വെറുമൊരു കാറല്ല, കുന്നത്ത് നാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VP സജീന്ദ്രന്റെ ഔദ്യോഗിക പ്രചരണ വാഹനമായിരുന്നു. ആ കാറിലേക്ക് പൂജ ജോമൻ അതീവ രഹസ്യമായി കയറുന്നു. അവിടെ കാറിനുള്ളിൽ DCC സെക്രട്ടറി CP ജോയിയും പുതുർക്ക സഹകരണ ബാങ്ക് പ്രസിഡന്റും അവരെ കാത്തിരിപ്പുണ്ടായിരുന്നു. എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച? മതേതരത്വം ചർച്ച ചെയ്യാനായിരുന്നു? ഒരിക്കലുമല്ല. അവിടെ നടന്നത് പച്ചയായ കുതിരക്കച്ചവടമാണ്. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഓഫറുകൾ കേൾക്കാം. ലിക്വിഡ് കാഷായിട്ട് രാജിക്കത്ത് നൽകിയാൽ ഉടൻ തന്നെ 5 ലക്ഷം രൂപ കൈമാറും. പിന്നെ പൂജയുടെ പേരിൽ പുതുർക്ക സഹകരണ ബാങ്കിലുള്ള 7 ലക്ഷം രൂപയുടെ ലോണും അതിന്റെ വർഷങ്ങളായിട്ടുള്ള പലിശയും ഏകദേശം 15 ലക്ഷത്തോളം രൂപ വരും. അത് കോൺഗ്രസ് പാർട്ടി നേരിട്ട് ബാങ്കിൽ അടച്ചു തീർക്കും. ഇതായിരുന്നു ആ ആദ്യത്തെ ഡീല്. എന്നാൽ ഇതിനിടയിലാണ് കളികൾ മാറുന്നത്. 2020 നേതൃത്വം ഈ രഹസ്യ നീക്കങ്ങൾ മണത്തറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് തുക 20 ലക്ഷമാക്കി ഉയർത്തി. ഉടൻ രാജിവെപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഇതാണോ കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയ ധാർമ്മികത? ഇതൊരു ആരോപണം മാത്രമാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന് കൈകഴുകാൻ കഴിയില്ല. കാരണം ഇതിനെ സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് 2020 ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു വ്യക്തി 2020 നേതാക്കളോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സന്ദേശങ്ങൾ. പൂജ ജോമോൻ 2 ദിവസത്തിനുള്ളിൽ രാജിവെക്കുമെന്നും അവരുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെ തീർപ്പാക്കുമെന്നും അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. മുഖം മൂടി അണിഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് NDA പ്രവേശനത്തെ കുറ്റപ്പെടുത്തിയ പൂജ ജോമോൻ ഈ ശബ്ദരേഖകളെ കുറിച്ച് എന്ത് പറയും? താൻ 2020ൽ തന്നെ കാണുമെന്ന് സാബു ജേക്കബിനോട് നേരിട്ട് ഉറപ്പ് നൽകിയ അതേ നാവുകൊണ്ടാണ് അവർ പണത്തിന് വേണ്ടി വഞ്ചന നടത്തിയത്. ഈ വഞ്ചനയുടെ ശബ്ദരേഖകൾ കുന്നത്ത് നാട്ടിലെ ഓരോ വോട്ടറുടെയും കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. ഇപ്പോൾ സാബു എം ജേക്കബ് ഉയർത്തുന്ന ചോദ്യങ്ങൾ അതീവ പ്രസക്തമാണ്. കുന്നത്ത് നാട്ടിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി VP സജീന്ദ്രന് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്ന് അദ്ദേഹം തുറന്നു പറയണം. ആ ഇന്നോവ കാറിൽ നടന്നത് എന്താണെന്ന് ജനങ്ങളോട് വിശദീകരിക്കണം. എന്തിനാണ് കോൺഗ്രസ് ഇത്രയധികം ഭയപ്പെടുന്നത്? വികസനത്തിന്റെ രാഷ്ട്രീയത്തെ നേരിടാൻ പണമല്ലാതെ മറ്റൊരു വഴിയും അവരുടെ മുന്നിലില്ലേ? സഹകരണ ബാങ്കുകളെ രാഷ്ട്രീയ പകപോക്കലിനും അവിശുദ്ധ ഇടപാടുകൾക്കും ഉപയോഗിക്കുന്ന കോൺഗ്രസ് ശൈലി ഇവിടെ പച്ചയായി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ പണം സൂക്ഷിക്കുന്ന ബാങ്കിൽ നിന്നും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ലോൺ അടച്ചു തീർക്കാൻ കോൺഗ്രസിന് എവിടെ നിന്നാണ് ഇത്രയും പണം ലഭിച്ചത്? ഇത് കള്ളപ്പണമല്ലേ? ഇതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടേ? 2020 NDA സഖ്യത്തിൽ ചേർന്നത് മതേതരത്വത്തിന് ഭീഷണിയാണെന്നാണ് പൂജയുടെ വാദം. എന്നാൽ നമുക്ക് വസ്തുതകൾ പരിശോധിക്കാം. 2020 ഒരു വികസന കേന്ദ്രീകൃത പാർട്ടിയാണ്. നാടിന്റെ നന്മയ്ക്കായി കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ പറയുന്ന NDAയും വികസനം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല, വികസനം മാത്രമാണുള്ളത്. താൻ 2020ൽ തന്നെ കാണുമെന്നും BJP പരിപാടിക്ക് പോകില്ലെന്നും പറഞ്ഞ പൂജ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മതേതരത്വത്തിന്റെ കാവലാളായി മാറിയത് ആ 20 ലക്ഷം കിട്ടിയപ്പോഴല്ലേ? ആദർശത്തിന്റെ പേര് പറഞ്ഞ വഞ്ചനയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് വലിയ തമാശയാണ്. ജനങ്ങളെ ഇത്രമാത്രം വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വേറെയും
ഇഷ്ടംപോലെയുണ്ട്. അവരുടെ കൂട്ടത്തിലേക്ക് പുതിയൊരാൾ കൂടി. പുതുർക്കയിലെ ജനങ്ങൾ വോട്ട് ചെയ്തത് 2020യുടെ വികസനത്തിനായിരുന്നു. ആ വിശ്വാസത്തെയാണ് പൂജ ജോമോൻ വിറ്റഴിച്ചത്. പഞ്ചായത്തിൽ ഭരണം നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ 2020 എന്ന പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ചതിയന്മാരെയും കച്ചവടക്കാരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ഈ സംഭവം സഹായിച്ചു. കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാമെന്ന് കരുതുന്നവർ ഒരു കാര്യം ഓർക്കുക: ജനങ്ങളുടെ കോടതിയിൽ നിങ്ങൾക്ക് രക്ഷയുണ്ടാകില്ല. കുന്നത്ത് നാട്ടിലെ വോട്ടർമാർ ഇതിന് കനത്ത തിരിച്ചടി എന്തായാലും നൽകും. പണം കൊണ്ട് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാം, പക്ഷെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ കഴിയില്ല. ഈ കുന്നത്ത് നാട് മണ്ണിൽ 2020 വിതച്ച വികസനത്തിന്റെ വിത്തുകൾ ഇത് തണൽ മരങ്ങളായി വളർന്നു കഴിഞ്ഞു. അതിനെ പിഴുതെറിയാൻ കോൺഗ്രസിന്റെയോ മറ്റ് പാർട്ടികളുടെയോ പണക്കിഴികൾക്ക് തീർച്ചയായും കഴിയില്ല. സാബു എം ജേക്കബ് ഉയർത്തിയ ഈ പോരാട്ടം വെറുമൊരു പഞ്ചായത്ത് ഭരണത്തിന് വേണ്ടി ആയിരുന്നില്ല, മറിച്ച് ശുദ്ധമായ രാഷ്ട്രീയത്തിന് വേണ്ടിയാണ്. പുതുർക്ക പഞ്ചായത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു അധികാര കൈമാറ്റമല്ല, മറിച്ച് ജനാധിപത്യത്തിന്റെ അന്തസത്തയെ തന്നെ വെല്ലുവിളിക്കുന്ന അതിഭീകരമായ ഒരു കുതിരക്കച്ചവടമാണ്. ആദർശം പ്രസംഗിക്കുന്ന പൂജ ജോമോനും അവർ വിലക്കെടുത്ത കോൺഗ്രസ് നേതൃത്വവും ഒരു കാര്യം മനസ്സിലാക്കുക: നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് 2020 എന്ന പ്രസ്ഥാനത്തെയല്ല, മറിച്ച് ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളെയും ജനങ്ങളുടെ വോട്ടിന്റെ പവിത്രതയുമാണ്. ഒരു ജനപ്രതിനിധിയെ 20 ലക്ഷം രൂപയുടെ ഡീലിന് പണയപ്പെടുത്തുന്നവർക്ക് എങ്ങനെയാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സാധിക്കുക? ആദർശത്തിന്റെ പേരും പറഞ്ഞ് പടിയിറങ്ങുന്നവർക്ക് ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും സ്ഥാനം. കുന്നത്ത് നാട്ടിലെയും പുതുർക്കയിലെയും പ്രബുദ്ധരായ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട്. വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന 2020യെ തകർക്കാൻ ഇത്തരം ചീപ്പ് രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് സാധിക്കില്ല. NDA എന്തായാലും വികസനം മുന്നോട്ട് വെച്ച് കുതിക്കുകയാണ്. സാബു എം ജേക്കബ് എന്ന കരുത്തനായ നേതാവ് ഉയർത്തിയ ഈ സത്യസന്ധമായ രാഷ്ട്രീയ പോരാട്ടം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നുമില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. പണം കൊടുത്തും പദവികൾ വാഗ്ദാനം ചെയ്തും അധികാരം പിടിച്ചെടുക്കാമെന്ന് മോഹിക്കുന്ന പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് കുന്നത്ത് നാട്ടിലെ വോട്ടർമാർ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് കൊണ്ട് കനത്ത പ്രഹരം എന്തായാലും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ജനാധിപത്യത്തെ ഒരു ചരക്കാക്കി മാറ്റുന്ന ഈ കച്ചവട രാഷ്ട്രീയത്തിനെതിരെ എന്ത് തന്നെയായാലും ജനങ്ങൾ ഒന്നിച്ചു നിൽക്കും. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. പുതുർക്കയിലെ ഈ ഇന്നോവ ഡീലിന്റെ പിന്നിലെ കറുത്ത കൈകൾ ഓരോ മലയാളിയും തിരിച്ചറിയട്ടെ. പെണ്ണുരുത്തി എന്ന വിളിപ്പേരിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സാമ്പത്തിക താല്പര്യങ്ങൾ തുറന്നു കാട്ടപ്പെടട്ടെ. കോൺഗ്രസിന്റെ അഴിമതി രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.